Hi guys, welcome back to my channel. അപ്പോൾ എറണാകുളത്തുള്ള കടകളെല്ലാം തെണ്ടി നടന്ന അവസാനം ടയർ ഒരെണ്ണം കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ടയർ നമ്മൾ മാറ്റാൻ പോവുകയാണ്. കാരണം പഴയ ടയർ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേഞ്ഞ് തീർന്നിട്ടൊന്നുമില്ല, ഇനി ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടും. പക്ഷേ അത് 90 ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ ബാക്കിൽ 90 വരുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ ചരൽ മണലൊക്കെ റോട്ടിൽ വരുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് പാളി പോകുന്ന പോലെ ഒരു ഫീലിംഗ്, അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആ ഒരു ഇൻസെക്യൂരിറ്റി സോൾവ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ടയറൊന്ന് എന്താ പറയുക അപ്സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. 90 എന്നുള്ളത് 100, 80, 12 ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് MRFൻ്റെ ടയറാണ്. അപ്പോൾ MRFൻ്റെ ZAPPER FN എന്ന് പറഞ്ഞ സീരീസ് ടയർ അന്വേഷിച്ചിരുന്നിട്ട് അത് കിട്ടാനുണ്ടായില്ല. അങ്ങനെ എറണാകുളം മൊത്തം അന്വേഷിച്ച് വിളിച്ച് തപ്പി നടന്ന് ഒടുക്കം നമുക്ക് ആ ടയർ കിട്ടി. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ MRFൻ്റെ ZAPPER FN സീരീസിൽ വരുന്ന ടയർ. 100, 80, 12 ആണ്. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് വീലിലാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇടാനാണെങ്കിൽ ഒരുവിധം കടകളിലൊന്നും ഇവർ ഇത് ഇട്ട് തരില്ല, കാരണം നമ്മുടെ വണ്ടി ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കലൂർ ടയേഴ്സിലാണ്. നമ്മുടെ ഹോളിഡേ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കലൂർ ടയേഴ്സിലാണ്. ഇവിടെയാണ് ഇവർ എനിക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞത്. പക്ഷേ 250 രൂപയാണ് ടയർ ഇടുന്നതിനായിട്ട്. അപ്പോൾ എയ്തർ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടയർ മാറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അധികം സ്ഥലത്തൊന്നും നമുക്ക് ടയർ മാറി തരില്ല തന്നെ. അപ്പോൾ കലൂർ ടയേഴ്സിലാണ് നമുക്ക് ടയർ ഇട്ട് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരിതാ നമ്മുടെ ബെൽറ്റൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ബാക്കിൽ പുതിയ ടയർ ഇടാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ പുതിയ ടയർ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുക, മാനുവലിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി. കാരണം ഒന്നാമത് ഈ ടയർ കിട്ടാനില്ല, രണ്ടാമത് ഈ ടയർ കിട്ടിയാൽ തന്നെ ഇത് ഇട്ട് തരാൻ സ്ഥലങ്ങളൊന്നും അധികം ഇല്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവരാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഇവിടെയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോറൂമിലെ വണ്ടികളുടെ ചെയ്യണതാണെങ്കിൽ ഇവിടെ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ റോഡ് സൈഡ് അസിസ്റ്റൻസ്, പങ്ക്ചർ അസിസ്റ്റൻസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ പങ്ക്ചറായ വണ്ടികളുടെ ടയറുകൾ മാറുന്നത് ഈ കല്ലൂർ ടയേഴ്സിലാണ്. NH ബൈപ്പാസ്, പുതിയ റോഡ്, പാലാരിവട്ടം. അപ്പോൾ നിങ്ങൾ ഈതർ ഓണേഴ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ എൻ്റെ ടയർ മാറണം അല്ലെങ്കിൽ പങ്ക്ചറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാറണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഞാൻ തന്നെ രാവിലെ തുടങ്ങിയ അലച്ചിലാണ് ഈ ടയർ കിട്ടാൻ അലച്ചിൽ, അതുപോലെ തന്നെ ഇത് മാറ്റിയിടാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അലച്ചിൽ. അപ്പോൾ ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വൺസ് ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ബെൽറ്റ് ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ബെൽറ്റ് ടെൻഷനും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം വേറെ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ TVS ആണെങ്കിലും JK ടയറൊക്കെ ആണെങ്കിലും 100, 80, 12 ടയറുകളുണ്ട്. പക്ഷേ MRF കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ MRFൻ്റെ ടയർ തപ്പി കണ്ടുപിടിച്ചെടുത്ത MRF ടയർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് വൈറ്റിലയിൽ നിന്നാണ്. 1850 രൂപയാണ് ആ ഒരു ടയറിന് വന്ന വില. ഓൺലൈനിൽ ഏകദേശം 2000 രൂപയ്ക്കാണ് ഈ ടയറിന് വില വരുന്നത്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, പഴയ ടയർ മോശമാണെന്നല്ല, നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ വെറ്റ് കണ്ടീഷൻസിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ റോട്ടിൽ ചരലോ മണലോ ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു ഗ്രിപ്പ് ഇഷ്യൂ തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടയർ മാറുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.